ഫ്രണ്ട്സ്, നിങ്ങളൊരു കാര്യം നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? അതായത് നിങ്ങളുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് തോട്ട് വന്നു കഴിയുമ്പോൾ അതിനെ തുടർന്ന് ഒരു 10 നെഗറ്റീവ് തോട്ട്സ് എങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും. നിങ്ങൾ ഫെയിലായി പോകുമോ, അല്ലെങ്കിൽ നിങ്ങളെ ആരും വാല്യൂ ചെയ്യുന്നില്ല, നിങ്ങൾക്കൊന്നും തന്നെ ചെയ്യുവാൻ കഴിയുന്നില്ല, ഇങ്ങനെയുള്ള തോട്ട്സുകൾ വരുന്ന സമയത്ത് അതിനെ തുടർന്ന് ഒരു 10 തോട്ട്സ് എങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് ആ സമയം വരും. അങ്ങനെ ആ തോട്ട്സിൽ നിന്നും പിന്നെ എന്തുണ്ടാകുന്നു? ആൻസൈറ്റി ഉണ്ടാകുന്നു. ആൻസൈറ്റി പിന്നീട് ഓവർ തിങ്കിങ്ങിലേക്ക് മാറുന്നു. ഈ ഓവർ തിങ്കിങ് പിന്നീട് നിങ്ങളുടെ ഉള്ളിൽ ഒരു സെൽഫ് ഡൗട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ തോട്ട്സ് വരിക പോവുക എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈ വരുന്ന തോട്ട്സ് നമ്മളെ നിയന്ത്രിക്കാതിരിക്കുവാനുള്ള ഒരു പവർഫുൾ ടെക്നിക്കാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, ഈ നെഗറ്റീവ് തോട്ട്സ് വരുന്ന സമയത്ത് ആദ്യം പാനിക്കായി മാറും. അയ്യോ, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ലല്ലോ എന്നുള്ള രീതിയിൽ മൈൻഡുമായിട്ട് ഒരു മൽപ്പിടുത്തം നടത്തുവാൻ തയ്യാറാകും. അപ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? ഈ തോട്ട്സിന് വീണ്ടും പവർ കൂടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ കണ്ണടച്ചതിന് ശേഷം ഒരു പിങ്ക് ആനയെ നിങ്ങളുടെ മനസ്സിൽ കാണരുത് എന്ന് പറയുകയാണ്. കണ്ണടയ്ക്കുകയൊന്നും വേണ്ട, ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താണ് വന്നിട്ടുള്ളത്? പിങ്ക് ആനയെ നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് എന്താണ്? പിങ്ക് ആനയെ കാണരുത് എന്നാണ്. പക്ഷേ മൈൻഡ് അവിടെ ഫോക്കസ് ചെയ്യുന്നത് എന്തിനെയാണ്? ഇമേജിനെയാണ്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ മൈൻഡിൽ ഏതൊരു കാര്യം സംഭവിക്കുമ്പോഴും ഇതേ രീതിയിലുള്ള ഇമേജസ് കൂടി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അത് ട്രൂത്ത് ആണെന്നുള്ള രീതിയിലേക്ക് മൈൻഡ് നമ്മളെ ലീഡ് ചെയ്യുന്നു. അപ്പോൾ ഇത് പരിഹരിക്കുവാനുള്ള ഒരു പവർഫുൾ ടെക്നിക്കാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതായത് വരുന്ന തോട്ട്സിനെ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. ഐഡന്റിഫൈ ദി തോട്ട്. എന്ത് തോട്ട്സ് ആണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അതിനെ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക. അതിനുശേഷം ഒന്ന് പോസ് ചെയ്യുക. അതായത് ഈ വരുന്ന ചിന്തകൾ എന്ന് പറയുന്നത് ഒരിക്കലും റിയാലിറ്റി അല്ല, അതൊരു തോട്ട് മാത്രമാണ്. പലരും ഈ തോട്ട് വരുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യും? അത് വിശ്വസിക്കുവാൻ തുടങ്ങും. ഞാൻ അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ വിശ്വസിക്കുവാൻ തുടങ്ങും. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്? ഇത് വരുന്നത് വെറും ഒരു തോട്ട് മാത്രമാണ്, ഒരിക്കലും ഇതൊരു റിയാലിറ്റി അല്ല. നിങ്ങൾക്ക് ഫ്യൂച്ചർ ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ യൂസ്ലെസ് ആണ്, ഇങ്ങനെയുള്ള ചിന്തകളാണ് വരുന്നതെന്ന് കൂട്ടിക്കൂ. സത്യത്തിൽ ഇത് മൈൻഡിന്റെ വെറും പ്രഡിക്ഷൻസ് മാത്രമാണ്, ഒരിക്കലും അത് ട്രൂത്ത് അല്ല, റിയാലിറ്റി അല്ല. അപ്പോൾ ഐഡന്റിഫൈ ദി തോട്ട്. രണ്ടെന്ന് പറയുന്നത്, ഈ വരുന്ന തോട്ടിന് ഒരു പേര് കൊടുക്കുക. നെയിം ദി തോട്ട്. ഈ മൈൻഡിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈൻഡുമായിട്ട് ഈ ഫൈറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വിജയിക്കില്ല. പക്ഷേ ചില സന്ദർഭങ്ങളിൽ മൈൻഡിനെ കളിയാക്കി കഴിഞ്ഞാൽ മൈൻഡിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഈ വരുന്ന തോട്ട്സിനെ നമുക്കറിയാം, ഇപ്പോൾ മനസ്സിലായി അതൊരിക്കലും ട്രൂത്ത് അല്ല, റിയാലിറ്റി അല്ല, വെറും പ്രഡിക്ഷൻസ് മാത്രമാണ്. അപ്പോൾ ചിന്തകൾ വന്നോട്ടെ പോയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ വരുന്ന ചിന്തയ്ക്ക് നമ്മളൊരു പേര് കൊടുക്കുക. വേണമെങ്കിൽ ഒന്ന് കളിയാക്കി തന്നെ നമുക്ക് പേര് വിളിക്കാം. ഇപ്പോൾ നമുക്കൊരു പേര് പറയുകയാണെങ്കിൽ ലുട്ടാപ്പി, അല്ലെ? ഒരു കോമഡി കഥാപാത്രമാണ്. അപ്പൊ വരുന്ന ആ ചിന്തയ്ക്ക് എന്ത് പേര് കൊടുക്കുക? ആ, ലുട്ടാപ്പി വന്നല്ലോ. ചിന്ത വരുന്ന സമയത്ത് ഉടനെ നമ്മൾ പറയുകയാണ്, ആ, ലുട്ടാപ്പി വന്നല്ലോ. ഇത് പറയുന്ന സമയത്ത് മൈൻഡിനെ നമ്മൾ കളിയാക്കുകയാണ്. ഒപ്പം തന്നെ ഈ തോട്ട്സുമായിട്ട് നമ്മൾ ഒരിക്കലും ഇഴുകി ചേരുന്നില്ല. മൈൻഡിനെ അവിടെ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണ്. അതായത് തോട്ട്സിനെ നമ്മൾ അവിടെ ഒബ്സർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ കളിയാക്കിക്കൊണ്ടുള്ള ഒരു പേര് ഈ വരുന്ന ആവശ്യമില്ലാത്ത നെഗറ്റീവ് ചിന്തയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിതിനെ കൺട്രോൾ ചെയ്യുവാൻ കഴിയും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മേഘങ്ങൾ ഒരിക്കലും ആകാശമല്ല. അതുപോലെ തന്നെ നമ്മുടെ തോട്ട്സ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളുമല്ല. മേഘങ്ങൾ ഇങ്ങനെ വരും പോകും, ആകാശം അവിടെ തന്നെ ഉണ്ടാകും. ചിന്തകളും വരും പോകും, നമ്മൾ അവിടെ ഉണ്ടാകും. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് അറ്റൻഷൻ ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഈ ചിന്തകളിൽ നിന്നും നമ്മുടെ മൈൻഡിന്റെ ഫോക്കസിനെ ഒന്ന് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക. അതായത് ഈ നെഗറ്റീവായ ചിന്ത വരുന്നു, നമ്മൾ അതിനെ ഐഡന്റിഫൈ ചെയ്യുന്നു, അതിനുശേഷം അതിനെ നമ്മളൊരു പേരിട്ട് വിളിക്കുന്നു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം മറ്റേതെങ്കിലും കാര്യത്തിലേക്ക് നമ്മളൊന്ന് ഫോക്കസ് ചെയ്യുക. അപ്പോൾ കുറച്ച് നേരം നടക്കുന്നതായിരിക്കാം, പ്രാർത്ഥിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള വർക്കൗട്ട് ചെയ്യുന്നതാകാം. എന്തുമായിക്കൊള്ളട്ടെ, മൈൻഡിനെ ഒന്ന്, ആ ഒരു അറ്റൻഷനെ നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് ഷിഫ്റ്റ് ചെയ്യുക. മറ്റുള്ള നല്ല കാര്യങ്ങളിലേക്കൊന്ന് ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൈൻഡ് നിരന്തരം ഈ ഒരു കള്ളം റിപ്പീറ്റ് ചെയ്ത് മൈൻഡിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ അതിനെ റിസീവ് ചെയ്യുന്ന സമയത്ത് ഒരു പരിധി കഴിയുമ്പോൾ നമ്മൾ അതിനെ ഒരു ട്രൂത്ത് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഓ, ഞാൻ ഫെയിലിയർ ആണ് എന്നുള്ള രീതിയിലൊരു തോട്ട് വന്നു. അതിനെ നിരന്തരമായിട്ട് നമ്മളിങ്ങനെ അതിനെ ഐഡന്റിഫൈ ചെയ്യുന്നു, അതിനെ നമ്മൾ സ്വീകരിക്കാൻ ശ്രമിച്ചാലോ അതൊരു ട്രൂത്ത് ആയിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു ബിലീഫ് സിസ്റ്റമായിട്ട് നമ്മളിൽ രൂപപ്പെടും. അപ്പോൾ അതുണ്ടാവാനായിട്ട് നമ്മൾ അനുവദിക്കരുത്. ആ സമയത്ത് എന്ത് ചെയ്യുക? നമുക്ക് മറ്റു പല കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുവാൻ കഴിയണം. അപ്പോൾ ഇനി മുതൽ ഒരു നെഗറ്റീവ് തോട്ട് വരുന്ന സമയത്ത്, നിങ്ങളെ സ്ഥിരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു നെഗറ്റീവ് തോട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് 3 സെക്കൻഡ്സ് കൊണ്ട് നമുക്കതിന്റെ അറ്റൻഷൻ ഷിഫ്റ്റ് ചെയ്യുവാൻ കഴിയും. ഐഡന്റിഫൈ ദി തോട്ട്,
അതിനുശേഷം നെയിം ദ തോട്ട്, അതിനുശേഷം അറ്റൻഷൻ ഷിഫ്റ്റ് ടു ആക്ഷൻ. ഏതെങ്കിലും ഒരു ആക്ഷനിലേക്ക്, പോസിറ്റീവായിട്ടുള്ള ആക്ഷൻസിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക. ഈ മൈൻഡ് പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരിക്കലും സത്യമൊന്നുമല്ല. അതായത് ചില സമയത്ത് മൈൻഡ് ഫിയറിലായിരിക്കും, അല്ലെങ്കിൽ ടയേർഡ് ആയിരിക്കും, അല്ലെങ്കിൽ പാസ്റ്റിലുള്ള ഏതെങ്കിലും സംഭവങ്ങൾ ഇങ്ങനെ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. ഈ സ്ട്രോങ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഈ നെഗറ്റീവ് തോട്ട്സ് വരുന്നില്ല എന്നല്ല, അവർക്കും ഈ നെഗറ്റീവ് തോട്ട്സ് വരുന്നുണ്ട്. പക്ഷെ അവരെന്ത് ചെയ്യുന്നുണ്ട്? അതിനെ ബ്ലൈൻഡ്ലി വിശ്വസിക്കുന്നില്ല. പകരം എന്ത് ചെയ്യുന്നു? അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. പോസിറ്റീവായിട്ടുള്ള ആക്ഷൻസിലേക്ക് നമ്മൾ അറ്റൻഷൻ കൊടുക്കുമ്പോഴാണ് നമ്മുടെ മൈൻഡിൽ വരുന്ന ഈ തോട്ട്സിനെ നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയുന്നത്. അപ്പോൾ തോട്ട്സിനെ ഒരിക്കലും നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഒബ്സർവ് ചെയ്യുക. അതിനുശേഷം നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊടുക്കുക. നമ്മൾ ഒരിക്കലും മൈൻഡിന്റെ പ്രിസണർ അല്ല, നമ്മൾ മൈൻഡിന്റെ മാസ്റ്ററാണ്. ഈ ഒരു തത്വം ആദ്യം മനസ്സിലാക്കുക. ഫ്രണ്ട്സ്, നിങ്ങൾ സെൽഫ് മാസ്റ്ററി ക്ലാസ്സുകളിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ലക്ഷ്യങ്ങളെ കണ്ടെത്തുവാനും അതിനെ പ്രോത്സാഹിപ്പിക്കുവാനും അതിനെ അച്ചീവ് ചെയ്യുവാനും ഒക്കെ നിങ്ങൾക്ക് അതിലൂടെ സാധിക്കും. ഒപ്പം തന്നെ നമ്മളിലുള്ള നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ്, ഇന്നർ ചൈൽഡ് ഹീലിംഗ്, ഇതൊക്കെ നമുക്ക് സാധ്യമാക്കുവാൻ ഈ കോഴ്സുകളിലൂടെ കഴിയുന്നതാണ്. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഓൾ.